ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സ്റ്റീം ബോട്ട് ഉണ്ടാക്കിയല്ലോ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും കൂടെ പഠിക്കാം. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോട്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ താമസമില്ലാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു പ്രിൻ്റ് ഔട്ടാണ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. അതാദ്യമേ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊരു എം ടി സോഡ ക്യാൻ എടുക്കുക. ഒരു എം ടി കൂൾ ഡ്രിങ്കിൻ്റെ ക്യാൻ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ സ്ട്രെയിറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഡയഗ്രാം നമ്മൾ ഒട്ടിച്ചെടുക്കുക ഇതേപോലെ. ഓക്കെ, നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്തെടുക്കുക. അത് നമ്മൾ ആ സോഡ ക്യാനിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ പ്രിൻ്റ് ഔട്ടിൻ്റെ സൈസ് കറക്റ്റായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേ അളവിൽ ആ സോഡ ക്യാൻ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോട്ടിൻ്റെ ഷേപ്പ് കറക്റ്റായി കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വളച്ച് അത് കറക്റ്റായിട്ട് ബെൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. ആ ബോട്ടിൻ്റെ ഷേപ്പിൽ ബെൻഡ് ചെയ്തെടുക്കേണ്ടതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ സഹായത്താൽ അത് നമ്മൾ ബെൻഡ് ചെയ്തെടുക്കുക കറക്റ്റായിട്ട്. ഓക്കെ, 5 ക്വിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ടൊരു സ്റ്റിക്ക് നടുക്ക് കൊടുത്ത് ആ ബോട്ടിൻ്റെ ആകൃതിയിലേക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇനിയൊരു സോഡ ക്യാനാണ്. അത് വെച്ചിട്ട് നമുക്കതിൻ്റെ എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എഞ്ചിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സോഡ ക്യാൻ അതേപോലെ നമ്മൾ നൂത്തെടുത്തിട്ട് അതിനകത്ത് 2 സ്ക്വയർ വരയ്ക്കുക. ഈ വീഡിയോയ്ക്ക് അത് കാണുന്ന രീതിയിൽ അത് വരച്ചെടുക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഒരു ബോക്സായിട്ടത് ബെൻഡ് ചെയ്തെടുക്കണം. ബെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്കിത് എയർ ടൈറ്റാക്കി കവർ ചെയ്യണം. എന്ന് വെച്ചാൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം. എയർ ടൈറ്റ് ആയിരിക്കണം. ഇതിനകത്തുനിന്ന് എയർ പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ നമ്മളിത് എയർ ടൈറ്റ് ചെയ്യുന്നതിന് കൂടെ ഇതിനകത്ത് 2 സ്ട്രോയും കൂടെ വെക്കണം. സ്ട്രോ എന്താണെന്ന് വെച്ചാൽ അതിനകത്തു നിന്നായിരിക്കും നമ്മൾ ഈ എയർ പുറത്തോട്ട് തള്ളുന്നത്. ഓക്കെ, ചൂട് എയർ പുറത്തോട്ട് തള്ളുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ആ ബോട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് MCയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വാട്ടർ പ്രൂഫ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സീൽ കിട്ടില്ല. അത് വെച്ചിട്ട് നമ്മളിത് സീൽ ചെയ്യും. ഓക്കെ, സീൽ ചെയ്ത് കറക്റ്റായിട്ട് ആ 2 ഭാഗം ബാക്കിലോട്ട് വരുന്ന രീതിയിൽ നമുക്കിത് എയർ ടൈറ്റായിട്ട് ഫിൽ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഇതിനകത്തോട്ട് വെള്ളം കയറുന്നോ ബബിൾസ് വരുന്നോ നോക്കാം. അപ്പം നമുക്ക് കൂടുതൽ മനസ്സിലാവും ഇത് ടൈറ്റായിട്ടാണോ ഇല്ലെന്ന്. അത് ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ബോട്ടിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ബോട്ടിൻ്റെ മേളത്തെ ടോപ്പ് ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഫേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അത് ഒട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എഡ്ജ് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് ബെൻഡ് ചെയ്ത് അത് ഒട്ടിച്ച് കറക്റ്റായിട്ട് ടൈറ്റ് ആക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ച അതിൻ്റെ എഞ്ചിൻ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ എടുത്ത് അതിൻ്റെ അടിയിൽ പിടിച്ച് കറക്റ്റായിട്ട് ഹോൾ മാർക്ക് ചെയ്ത് നമ്മൾ ഉള്ളിൽ കൂടെ ആ സ്ട്രോ കടത്തിയെടുത്ത് അടിയിൽ ഇതേപോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുക. ബാക്കിൽ ആ സ്ട്രോ വരുന്ന രീതിയിൽ. ഓക്കെ, എന്നിട്ട് ആ ഹോള് നമ്മൾ അതേ രീതിയിൽ എയർ ടൈറ്റായിട്ട് അടച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെ ബോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു സിറിഞ്ച് എടുത്ത് അതിനകത്ത് വെള്ളം നമ്മൾ സ്ട്രോയിൽ കൂടെ കടത്തിവിട്ട് ഇതേപോലെ ഒരു ഹീറ്റ് മീഡിയം നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻഡിൽ എടുത്ത് നമ്മൾ ക്യാൻഡിൽ കത്തിച്ച് അതിൻ്റെ എഞ്ചിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് കാണാവുന്ന രീതിയിൽ ബോട്ട് ചൂടാകുമ്പോൾ ഇങ്ങനെ വർക്കായി തുടങ്ങും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.